ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രയാഗ്രാജിൽ ആനന്ദഭവനിലാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മവീടായ ആനന്ദഭവനിൽ. എന്നോടൊപ്പം എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് രവിശങ്കറുണ്ട്. ഞങ്ങൾ ഇന്നലെ ത്രിവേണി സംഗമത്തിൽ പോയി അവിടെ സ്നാനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഒത്തിരി സംസാരിക്കാം എന്ന് വിചാരിച്ചു. ഒന്ന്, പറയാൻ ഉദ്ദേശിക്കുന്നത് കുംഭമേളയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആലോചിക്കുക എന്തുകൊണ്ട് കുംഭമേള ആനന്ദഭവനിൽ വെച്ചു. അവിടെയാണ് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വേറെ പുറത്തും ഇപ്പോൾ ത്രിവേണിയിലാണെങ്കിലും മറ്റ് പുറത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഭയങ്കര ബഹളവും ശല്യവുമാണ്. രണ്ട്, നെഹ്റുവിൻ്റെ ഒരു പശ്ചാത്തലം. കേരളത്തിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, ബുദ്ധിജീവികളായിക്കോട്ടെ, എഴുത്തുകാരായിക്കോട്ടെ, എഴുത്തുകാരന് നല്ലൊരു ശതമാനവും, അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, നേതാക്കൾ, സാംസ്കാരിക നേതാക്കൾ എല്ലാവരും തന്നെ ഈ കുംഭമേളയെ എന്തോ അതിൻ്റെ ഒരു വിമർശനാത്മകമായ രീതിയിലാണ് പലപ്പോഴും അതിനെ സമീപിക്കുന്നത്. എന്നാൽ എന്താണ് കുംഭമേള എന്ന് മനസ്സിലാക്കുക. ഒരു ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഗ്യാതറിങ്ങാണ്. എന്തുകൊണ്ട് ജനങ്ങളിങ്ങനെ വരുന്നു? യാതൊരു പരസ്യമോ പ്രചാരണമോ ഇല്ലാതെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എന്തുകൊണ്ട് ജനങ്ങൾ ഈ ത്രിവേണി സംഗമത്തിലേക്ക് വരുന്നു? എന്താണ് ഈ 12 വർഷം കൂടുമ്പോഴുള്ള കുംഭമേള? എത്ര കുംഭമേളകളുണ്ട്? ഇങ്ങനെയുള്ള അറിവുകളൊക്കെ പരിമിതമായിരുന്നു കേരളത്തിൽ. ഇത്തവണ കുംഭമേളയ്ക്ക് ഏകദേശം കേരളത്തിൽ നിന്ന് 2-3 ലക്ഷത്തിനിടയ്ക്ക് ആൾക്കാർ ഇതിനകം വന്നു പോയിട്ടുണ്ടെന്നാണ് ഒരുവിധം വിശ്വസിക്കാവുന്ന കണക്കുകളൊക്കെ പറയുന്നത്. അപ്പോൾ കേരളത്തിലുള്ള പൊതുവെ നമ്മളുടെ ഒരു പൊതു സ്വഭാവം, അപ്പോൾ ആ ഒരു പൊതു സ്വഭാവത്തിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനും. കാരണം നമ്മളുടെ പരിമിതമായ ചില അറിവുകളുടെ ആ ഒരു പരിധിക്കുള്ളിൽ വരാത്ത ഏത് കാര്യം വന്നു കഴിഞ്ഞാലും അതിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയാതിരിക്കുക, അതിനെ തിരസ്കരിക്കുക, അതോടൊപ്പം തന്നെ അറിയാനുള്ള ഒരു ആഗ്രഹം പോലും നമ്മൾ പുലർത്താതിരിക്കുക. കാരണം നമ്മളൊരു വസ്തുവിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ് എന്നത് നമ്മൾ സമീപിക്കാനും അത് അനുഭവിക്കാനും ഉള്ള ഒരു മാനസികാവസ്ഥ അത്യാവശ്യമാണ്. പക്ഷേ നമ്മുടെ പൊതുവെ മലയാളിക്കുണ്ടാകുന്ന ഇന്ന് പൊതുവെ വിശേഷിച്ചും ഈ ബുദ്ധിജീവി അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കുന്ന അഭിപ്രായ രൂപീകരണ നേതാക്കളെല്ലാം തന്നെ ഒരു വസ്തുവിനെ കേട്ട് തങ്ങൾക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ തങ്ങളുടെ അറിവിനകത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഈ കുംഭമേളയെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് കുംഭമേള? എന്താണ് കുംഭമേള നമ്മളോട് സംസാരിക്കുന്നത്? ആധുനിക കാലത്തിനോട് കുംഭമേള എങ്ങനെ സംവദിക്കുന്നു? ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ ആനന്ദഭവൻ തിരഞ്ഞെടുക്കാൻ കാരണം ആനന്ദഭവൻ നെഹ്റുവിൻ്റെ ജന്മനാടും ജന്മവീടും ഇതായിട്ടും നെഹ്റുവിനും യഥാർത്ഥത്തിൽ ഈ കുംഭമേള എന്താണെന്നും മനസ്സിലാകാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതേസമയം അദ്ദേഹം ഒരു സംശയവും സന്ദേഹിയുമൊക്കെ ആയിരുന്നു, അതും നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഉള്ളിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അദ്ദേഹത്തിനുള്ളിലുള്ള ചില ഇന്ത്യൻ ചിന്തകളും ആണ് അദ്ദേഹത്തിനൊരു സന്ദേഹിയാക്കി മാറ്റിയത്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ കുംഭമേളയുടെ ഒരു ആത്മാവ് മനസ്സിലാക്കാൻ കഴിയാതെ പോയി? അതും ഈ കുംഭമേളയുടെ നഗരിയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന മനുഷ്യനായിട്ട്. അതറിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ കണ്ടെത്താൻ. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂപ്രദേശമോ ചരിത്രമോ മാത്രമല്ല, ഇന്ത്യ മുമ്പോട്ട് വയ്ക്കുന്ന ദർശനത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ, യഥാർത്ഥ ഇന്ത്യയെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ കുംഭമേള എന്താണെന്ന് കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ എന്താണ് കുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കുംഭം എന്ന് പറഞ്ഞാൽ കുടം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സങ്കല്പം, നമ്മളെല്ലാം മലയാളികളൊക്കെ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് വാക്കുകളെ പരിഭാഷപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. മേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളനം എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അതായത് രണ്ടെണ്ണം ചേരുന്നത് എന്നുള്ള സംഗതിയാണ്. ആ ചേരുന്ന സംഗതിയെയാണ് നമ്മളുടെ ഏത് ഇന്ത്യൻ ദർശനമാണെങ്കിലും ആ ദർശനത്തിൻ്റെ ആധാരമാക്കിയിട്ടുള്ള സാഹിത്യമാണെങ്കിലും ഒക്കെ നമ്മൾ ഇപ്പോൾ സാഹിത്യം എന്നുള്ള വാക്കുപോലും ചേരുക എന്നുള്ളതാണ്, ടുഗദർനെസ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണം ചേരുന്ന ആ സംഗതിയാണ് മേളനം എന്ന് പറയുന്നത്.
അപ്പം മണ്ണിൻ്റെ ഒരു ഷേപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ളൊരു ഉപകരണം മാത്രമാണ് കുംഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുംഭത്തിനകത്ത് നമ്മൾ വെള്ളം എടുക്കുന്നു. ആ വെള്ളം കുംഭം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് മണ്ണിലേക്ക് പോകുന്നത് അവസാനം അത് കടലിൽ എത്തിച്ചേരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ കുംഭമേള നമ്മളുടെ നാട്ടിൽ എല്ലാ ദിവസവും നടക്കുന്നൊരു പ്രക്രിയയാണ്. ഇപ്പം ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ചിതയൊരുക്കി ഈ ചിതയ്ക്ക് തീ കൊളുത്തുന്ന വ്യക്തി അതിൻ്റെ ചുറ്റും 3 തവണ കറങ്ങി ഈ കുടവിട്ടുടയ്ക്കുന്നൊരു ഏർപ്പാടുണ്ട്. ഈ സംഗതി തന്നെയാണ് കുംഭമേള എന്ന് പറയുന്നത്. പക്ഷേ ആ കുംഭമേള അത് കാണിക്കുന്നത് മരിച്ച വ്യക്തിക്ക് വേണ്ടി, മരിച്ച വ്യക്തിയുടെ ആത്മാവിന് പുണ്യം കിട്ടാനോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗത്തിലോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജന്മം ഇനി കിട്ടാതിരിക്കാനോ അമൃതത്വത്തിലേക്ക് പോകാനോ ഒന്നും വേണ്ടിയല്ല. അത് കണ്ടു നിൽക്കുന്നവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മരണത്തിലൂടെ, ചിതയിലൂടെ കണ്ടു നിൽക്കുന്ന വ്യക്തികളുടെ എന്താണ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ സത്യം എന്താണ്, ആ സത്യത്തിലേക്ക് ഉണർത്താൻ വേണ്ടിയുള്ള ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഈ കുംഭമേള എന്ന് പറയുന്നത് മരിച്ച വ്യക്തിക്ക് ഒരു പക്ഷേ അതിൻ്റെ ആ കുംഭമേളയുടെ പൊരുൾ അറിയാൻ പറ്റാതെ പോകും. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ എന്തിൻ്റെയെങ്കിലും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കാര്യമുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടാത്ത ഒരു കാര്യം കൊണ്ട് ഒരു കാര്യമില്ല. അതിന് എത്ര വലിയ അമൃതാണെങ്കിൽ പോലും എടുത്ത് കളയേ വേണ്ടൂ. നശിച്ചു പോകുന്നത് എന്താണ്, നശിച്ചു പോകാത്തത് എന്താണ്, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണയുണ്ടാകും. ആ ധാരണയെ ഉദ്ദേശിച്ചിട്ടാണ് കുംഭമേള സജ്ജമായി. അതാണ് കുംഭമേളയുടെ സന്ദേശം എന്ന് പറയുന്നത്. കുംഭമെന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ്. അതിനകത്തുള്ള ജലമെന്ന് പറയുന്നത് കുംഭം ഉടയുമ്പോൾ അത് ഇപ്പം ഗംഗയിലാണ് അല്ലെങ്കിൽ ത്രിവേണി സംഗമത്തിലാണ് മുങ്ങുന്നതെങ്കിൽ ആ ജലവുമായിട്ട് ഒന്നിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ആ കുംഭത്തിലെ ജലവും ഗംഗയിലെ ജലവും തമ്മിൽ ഒന്നിക്കുകയും അത് അവിടെ ഒരു മേളനം സംഭവിക്കുകയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ കുടമാണ്, വെറും മണ്ണാണ് എന്നുള്ള അറിവിലേക്ക് വന്നിട്ട് ഈ ശരീരം എന്നുള്ള സംഗതിയിൽ നമ്മൾ തളയ്ക്കപ്പെട്ടു പോകരുത്. അതിനകത്തുള്ള ഒരു മരണമില്ലാത്ത അനശ്വരമായ, അതായത് ശരീരം എന്നുള്ളത് മൃത്യുവിന് വിധേയമാണ്. അപ്പോൾ ആ മൃത്യുവിന് വിധേയമല്ലാത്ത യാതൊന്നാണോ നമ്മുടെ ഉള്ളിലുള്ളത് അതിലേക്ക് ഉണർത്താൻ വേണ്ടി, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണർത്താൻ വേണ്ടി, ആ ഒരു അറിവിലേക്ക് ഉണർത്താൻ വേണ്ടി, ട്രാൻസെൻഡ് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ള പൂർവ്വസൂരികൾ ഒരുക്കിയിട്ടുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, ആരാണെന്ന് പോലും നമുക്കറിയില്ല അത് തയ്യാറാക്കിയിട്ടുള്ളത്. അതിങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് മാത്രവുമല്ല, അത് നമ്മളുടെ ഗ്രഹങ്ങളുടെ നിലകളെയും അത് ഗണിതശാസ്ത്രത്തിൻ്റെ കൃത്യമായ അറിവിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളെയൊക്കെ നിജപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദിവസങ്ങളൊക്കെ കുറിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ അവിടെയാണ് നമ്മളുടെ യാതൊരു ഉപകരണവുമില്ലാതെ നമ്മളുടെ ബുദ്ധിശേഷി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഔന്നത്യം മനസ്സിലാക്കുന്നത്. അവിടുന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പവറിനെ തിരിച്ചറിയാൻ കഴിയുകയും ഈ എന്താണ് നമ്മുടെ ഉള്ളിൽ മരണത്തിന്, മൃത്യുവിന് വിധേയമാകാത്തത്. അതുകൊണ്ടാണ് അമൃതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തന്നെ ഈ ഗംഗയിൽ വന്ന് മുങ്ങുന്നതിനെ അമൃത സ്നാനം എന്ന് പറയുന്നത്. ആ അമൃതമായിട്ടുള്ളൊരു വസ്തുവിനെ നമ്മൾ തിരിച്ചറിയുകയും അവിടെയാണ് നമ്മുടെ സകല പവറിനെയും പുറത്തെടുക്കാൻ കഴിയുക എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ അത് ഓരോ വ്യക്തിയെയും ജീവിച്ചിരിക്കുമ്പോൾ അറിയിക്കാനുള്ള ഒരു പ്രക്രിയയായിട്ടാണ് ഈ കുംഭമേള എന്ന് പറയുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കുട ഉടഞ്ഞു, അതുകൊണ്ട് കുട ഉടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് യാതൊരു കാര്യമില്ല. മരണത്തോടുകൂടി സകല ഏർപ്പാടുകളും കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയുക? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് ചേർന്ന വ്യക്തിയാണോ, ഇന്ന പേരിൻ്റെ ഉടമയാണോ, ഇന്ന ധനമുണ്ടോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാനങ്ങളുടെ പേരിൽ വലിപ്പം ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള പല 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 ധാരണകളിൽ നിന്നുമൊക്കെ നമ്മളെ അടർത്തി മാറ്റി നമ്മളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കോടാനകോടി, ഒരു ദിവസം കോടികളാണ് ഈ ത്രിവേണി സംഗമത്തിൽ വരുന്നത്. ഈ കോടിക്കണക്കിന് ജനങ്ങൾ വരുമ്പോൾ പോലും ആ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് നോക്കാതെ ഓരോ വ്യക്തിയും അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടി ഓരോ വ്യക്തിയുമാണ് ഇവിടെ വന്ന് മുങ്ങുന്നത്. അത് ഇപ്പോൾ ഒരു കുടുംബാംഗങ്ങൾ തമ്മിൽ വന്നാൽ പോലും അവിടെ ആ കുടുംബാംഗങ്ങൾ എന്നുള്ളത് വിസ്മരിച്ച് അവിടെ വ്യക്തിയാണ് അവിടെ മുങ്ങുന്നത്. അപ്പം ആ ഒരു അറിവിലേക്ക് വ്യക്തിയെ ഉണർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഗതിയാണ് ഈ കുംഭമേള എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു അനാചാരത്തിൻ്റെയും ഇവിടെ ഒരുപാട് മറ്റു പല കാരണങ്ങളുടെയും പേരിൽ ഇപ്പോഴും ഇതിനെ പൊതുമണ്ഡലത്തിൽ നമ്മൾ നോക്കുമ്പോൾ
വളരെ തമാശയോടുകൂടിയും അതുപോലെ തന്നെ ഇതിൻ്റെ മോശകരമായ എന്തെങ്കിലും സംഭവം ഉണ്ടാവണമെങ്കിൽ വളരെയധികം പെരുപ്പിച്ച് കാട്ടി നമ്മൾ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്വഭാവം അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഈ മാധ്യമങ്ങളിൽ കാണാറുണ്ട്. അത് ഒരു പക്ഷേങ്കിൽ ഒരു പാശ്ചാത്യ പ്രമാണത്തിൽ ചിന്തിക്കുന്നതിൻ്റെ ഒരു അപകടമാണ്. നെഹ്റുവിനും പറ്റിയ ഒരു അപകടം എന്ന് പറയുന്നത് അദ്ദേഹം പാശ്ചാത്യ പ്രമാണത്തിലൂടെ പൗരസ്ത്യ പ്രമേയത്തെ കണ്ടു എന്നുള്ളതാണ്.